കമ്പ്യൂട്ടറിനകത്ത് വീഡിയോ എഡിറ്റിങ്ങിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. വലിയ എഡിറ്റിംഗ് ഒന്നും അറിയാത്തവർക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ അല്ലാത്തവർക്കും വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കാംടാഷ്യ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെങ്ങനെ ഉപയോഗിക്കാം, അതിലെങ്ങനെ നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ പെയ്ഡ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാംടാഷ്യ 9 ആണ് വേർഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് 10ഉം 11ഉം എല്ലാം വേർഷൻ കിട്ടും. ഇത് കുറച്ച് ഓൾഡ് വേർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഫയലുകൾ, വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ്, ഓഡിയോസ് ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നിങ്ങളുടെ ഫോട്ടോസ്, വീഡിയോസ്, ഫയലുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ട് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഒന്ന്, നിങ്ങൾക്കിവിടെ ഇമ്പോർട്ട് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതിനകത്ത് പ്രസ് ചെയ്യാം. ഇതിനകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നതാണ്. നിങ്ങളുടെ PC-യിൽ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് എവിടെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൊടുത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു അയൺ ബോക്സിൻ്റെ ഒരു ഫോട്ടോ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവന്നിടാം. ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇടാൻ പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ബ്രദേഴ്സും കൂടി പോയ 200 ഫോട്ടോസ് ഞാൻ കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കൺട്രോൾ പിടിച്ച് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവന്നിടാം. ഞാനിപ്പോൾ 10 ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവന്ന് ഇടുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഇവിടെ മീഡിയ എന്നുള്ളവിടെ കൊണ്ടുവന്ന് ഇട്ടു. ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടൂർ പോയതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എന്നതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഓരോ ഫോട്ടോസും നമ്മൾ സ്ലൈഡ് ഷോ ആണ് ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഫോട്ടോസിൻ്റെയും കറക്റ്റായിട്ട് ഓർഡറിൽ നമുക്ക് എങ്ങനെ ഓർഡറിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് താഴത്തെ ട്രാക്കിലോട്ട് കൊണ്ടുവന്നിടാം. അവിടെ ട്രാക്ക് 1 എന്നുണ്ട്, അതിനകത്ത് കൊണ്ടുവന്നിടാം. ഇപ്പോൾ ട്രാക്ക് 1 ഇട്ടു. അതിന് ശേഷം എനിക്കിപ്പോൾ അടുത്ത ഫോട്ടോ, രണ്ടാമത് ഫോട്ടോ ഇതാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 2 ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാനായിട്ട് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് റൺ ആവുന്നത് കാണാൻ കഴിയും. അതിന് അടുത്ത ഫോട്ടോയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഫോട്ടോസും നമുക്ക് കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഓരോ ഫോട്ടോസും ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു 8 ഫോട്ടോളം നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫോട്ടോയുടെ മുകളിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്രീനിന് കറക്റ്റായിട്ടല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ സ്ക്രീനിൻ്റെ റിസൊല്യൂഷനെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്പോൾ ഈ ഫോട്ടോ കറക്റ്റ് സൈസിനല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോ, ഏത് ഫോട്ടോ ആണ് നമ്മൾ ആ സൈസിനല്ലാത്ത നിൽക്കുന്നത്, അതിൻ്റെ മുകളിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഈ ക്രോയ്സർ ഇതിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിനെ കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സ്ക്രീനിൻ്റെ ഫുൾ സൈസായി. എന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോൻ്റെ ടൈം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഫോട്ടോൻ്റെ ഇവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ, അതായത് അതിൻ്റെ റണ്ണിങ് ടൈം, നിങ്ങൾക്ക് ഓരോ ഫോട്ടോൻ്റെ റണ്ണിങ് ടൈം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ ഫോട്ടോസിൻ്റെയും ഇപ്പോൾ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾക്ക് 1 അവർ ഇങ്ങനെ ഫുള്ളായിട്ട് വരണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സ് എല്ലാം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഫോട്ടോൻ്റെ റണ്ണിങ് ടൈം നമുക്ക് ഇങ്ങനെ കൂട്ടാൻ സാധിക്കും. ഡ്യൂറേഷൻ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഓരോ ഫോട്ടോസും നമുക്കിപ്പോൾ ഇത് ഞാനിങ്ങനെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ ഇതിൻ്റെ സ്ക്രീൻ സൈസ് ഫുള്ളായിട്ടുണ്ട്. അത് ചില ഫോട്ടോസുകൾ നമ്മുടെ സ്ക്രീനിന് സൂട്ടാവാത്തായിരിക്കും. ഇത് ഞാൻ ഫോണിൽ എടുത്തുകൊണ്ട് ആ ഫോണിൻ്റെ സൈസ് ഇതിനകത്ത് സൂട്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോ ഫോട്ടോസും സൂട്ടാവുന്നില്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഫോട്ടോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇത് കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. സ്ക്രീൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ഫോട്ടോയും അതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഓരോ ഫോട്ടോസും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം സ്ക്രീനിൽ. ഇപ്പോൾ സ്ലൈഡ് ഷോ ആണ് ചെയ്യുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ നമുക്ക് ആഡ് ചെയ്യാം.
ഫസ്റ്റ് നമുക്ക് ഫോട്ടോൻ്റെ ട്രാൻസാക്ഷനെല്ലാം എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. എന്നതിന് ശേഷം നമുക്ക് അടുത്തതിൽ വീഡിയോ ആഡ് ചെയ്യാം. വീഡിയോ ആഡ് ചെയ്തിട്ട് വീഡിയോനെ എങ്ങനെയെല്ലാം എഡിറ്റ് ചെയ്യാം, കട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നോക്കാം. ഇപ്പോൾ ഞാൻ ഫോട്ടോസ് എല്ലാം ഒന്ന് സൈസ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഓരോ ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട്. ഏത് ഫോട്ടോയുടെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു ആ ഫോട്ടോ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്യണം കേട്ടോ. ഫോട്ടോയുടെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഫോട്ടോ വയ്ക്കുക. എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ ഓരോ ഫോട്ടോസായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇനി ഓരോ ഫോട്ടോസ് മാറുന്ന സമയത്ത് നമുക്ക് അതിനൊരു ട്രാൻസാക്ഷൻ എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് എഫക്ട്സുകൾ കാണാൻ കഴിയും. അതിന് മുകളിൽ കൊണ്ടുപോയി തന്നെ ആ എഫക്ട്സ് എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു എഫക്ട്സ് ഈ ഒരു ഫോട്ടോ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഇതിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഓക്കെ, ആ 2 ഫോട്ടോയുടെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഫസ്റ്റത്തെ ഫോട്ടോ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് കണ്ടോ ഇങ്ങനെ മറച്ച് ഇടുന്നത് പോലെ. അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത ഫോട്ടോയിലേക്ക് കൂടെ ഞാൻ കൊടുക്കാൻ പോകണം. അടുത്ത ഫോട്ടോയിൽ നമുക്ക് ഇത് കൊടുക്കാം. ഓക്കെ, ആ 2 ഫോട്ടോൻ്റെ ഏത് ഫോട്ടോയുടെ ഇതിലാണോ കൊടുക്കുന്നത് അതിൻ്റെ 2ൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ ട്രാൻസാക്ഷൻസ് ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ ഇങ്ങനെ മാറിപ്പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഓരോ ഫോട്ടോയിലും അതുപോലെ തന്നെ നിങ്ങൾ 2 വീഡിയോസ് ആയാലും വീഡിയോസ് തമ്മിൽ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിനി ഇതിനെല്ലാത്തിനും ഞാൻ ട്രാൻസാക്ഷൻ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോയ്ക്കും നമ്മൾ ട്രാൻസാക്ഷൻ കൊടുത്തതിനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. അതിൻ്റെയൊക്കെ ഓരോ ഗ്യാപ്പിനകത്ത് ഒരു ബ്ലൂ ഷെയ്ഡ്, ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു കളർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ വേറെ നമുക്കൊരു ട്രാൻസാക്ഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് ഏതാണോ വേറെ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. മറ്റേത് പോയിട്ട് ഇതന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇപ്പോൾ പുതിയത് നമ്മൾ ഏതാണോ ഇട്ട് ആ ട്രാൻസാക്ഷനിലോട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് 2 സ്ലൈഡ് ഷോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ 2 ഫോട്ടോസും അതിൻ്റെ ട്രാൻസാക്ഷൻസ് ഓരോ ഫോട്ടോസ് കഴിയുമ്പോഴും അടുത്തത് വരുമ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് അടുത്ത ഓപ്ഷനാണ് നമുക്ക് എങ്ങനെ ടൈറ്റിൽസ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് അനിമേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ കഴിയും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ABC ഇത് ഓരോ ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ ഓരോ ടൈറ്റിൽസും ഓരോ മോഡൽസും ആണ്. നിങ്ങൾക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ കണ്ടല്ലോ എന്നതുപോലെ ഓരോ മോഡലുള്ള ടൈറ്റിൽസാണ്. ഞാനിപ്പോൾ ABC എന്നുള്ളത് എടുക്കുന്നുണ്ട്. എടുത്തതിന് ശേഷം ഡ്രാഗ് ചെയ്തിട്ട് ഏത് ഫോട്ടോയുടെ മുകളിലാണോ നമുക്ക് ടൈറ്റിൽ വേണ്ടത് അതിന് മുകളിൽ ട്രാക്ക് 2 അതിന് മുകളിലുള്ള ട്രാക്കിൽ കൊണ്ടുവന്ന് ഇടുക. അതിനുശേഷം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ABC എന്ന് എഴുതിയിട്ട് ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ABC എന്നതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എഴുതി ചേർക്കാൻ സാധിക്കും. എന്നതിന് ശേഷം നിങ്ങൾക്ക് ടൈറ്റിലിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കളറ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഓരോ കളറായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫോൺസ് അതുപോലെ തന്നെ സൈസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻസ് എല്ലാം നോക്കാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഓപ്ഷൻസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഓപ്ഷൻ എടുത്ത് അനോട്ടേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് തന്നെ വരുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഓരോ ആരോ മാർക്ക് കണ്ടോ, ഓരോ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്താണോ അവിടെ നിന്ന് എടുക്കുന്നത് അത് ഡ്രാഗ് ചെയ്തിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ. ഡ്രാഗ് ചെയ്തിട്ട് അതിന് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടോ ഇപ്പോൾ ഒരു ആരോ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നിനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അതിന് മുകളിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഷാർപ്നെസ്സൊക്കെ വർദ്ധിപ്പിക്കാനും മറ്റുള്ള കാര്യത്തിലാണ്. അതിന് മെയിനായിട്ടുള്ളൊരു ഓപ്ഷനാണിത്, ബ്ലർനെസ്. ഓക്കെ, നമുക്കൊരു ഭാഗം മാത്രം ബ്ലറാക്കണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ബ്ലർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് ഡ്രാഗ് ചെയ്ത് ഞാനിപ്പോൾ ഒരു ഫോട്ടോൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുന്നുണ്ട്. ഓക്കെ ആണോ, നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഫേസ് മാത്രം ബ്ലറാക്കാം. ആ ബ്ലറിൻ്റെ ഇത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ക്രീനിൽ ഇതിൻ്റെ വലുപ്പം കൂട്ടാനും മറ്റുമെല്ലാം സാധിക്കും. അപ്പോൾ ഞാൻ ബ്ലർനെസ് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ബോക്സുകൾ റെഡ് കളറിൽ ടിക്ക് മാർക്ക് മറ്റുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് എല്ലാം ഇതിലാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ കാണാൻ കഴിയും.
നിങ്ങൾക്ക് നമ്മുടെ ഫോട്ടോ ഓക്കെ ഈ ഫോട്ടോനകത്ത് കണ്ടോ. ഇപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ടത് ഈ റൗണ്ടാണ് കേട്ടോ. ഈ റൗണ്ട് ഇപ്പോൾ ഇതിലോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഫോട്ടോന് മുകളിലിട്ടു. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സംഭവം നടക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. വാട്ടറിൻ്റെ ബോട്ടിലിൽ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്ന പോലെ, പക്ഷേ അത് അപ്പുറത്ത് വാട്ടർ ഫാൾസാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ പല ഇതിലും കാണാറുള്ളതാണ്. പല വീഡിയോസിലും മറ്റുമല്ല ഒരു ഭാഗം മാത്രം, ഒരു പോർഷൻ മാത്രം മാർക്കായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കേട്ടോ, ആ ഭാഗം മാർക്കായിട്ട് ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ടൈം, ലെങ്ത്ത്, മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ട്രാക്ക് 1-ൽ നിന്ന് നമുക്ക് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനോട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കീബോർഡാണ്. ഓരോ കീബോർഡ്, അതായത് കൺട്രോൾ എ എന്നുള്ള, നമുക്ക് ടെക്ക് പരമായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, കണ്ടോ ആ കീബോർഡിൻ്റെ ഷോർട്ട് കട്ട് ഇന്നത് പ്രസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കീയിൽ നിന്ന് ഓരോ കീ പ്രസ് ചെയ്യുമ്പോഴും ആ ഒരു കീ ആയിട്ട് മാറും. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. 2 ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഓരോ ട്രാൻസാക്ഷൻ വെച്ച് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ആനിമേഷൻ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ടാണ് പോകുന്നത്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിതിനകത്ത് സൂം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പല വീഡിയോസിൽ നമുക്കൊരു ഭാഗം മാത്രമായിട്ട്, കോർണർ മാത്രമായിട്ട് നമുക്കിങ്ങനെ ഫേസ് മാത്രമായിട്ട് നമുക്ക് സൂം ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഒരു ആനിമേഷൻ്റെ രൂപത്തിൽ നമുക്ക് നോക്കാം, പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്, കണ്ടോ. പ്ലേ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സൂമായി പോകുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടോ. നിങ്ങൾ എപ്പോൾ ഈ സൂമിൽ ക്ലിക്ക് ചെയ്തോ അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇതുപോലെ വരും. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കാം. സൂം ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ഉപയോഗിക്കണം. ഈ ഒരു പോയിൻ്റാണ് ഇതിൻ്റെ മെയിൻ. ഇത് സ്റ്റാർട്ടിങ്, എവിടെ നിന്ന് സൂം തുടങ്ങണം എന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിങ്. അതുപോലെ തന്നെ നിങ്ങളിവിടെ സൂം കൊടുത്താൽ ഈ പോയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അല്ലെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ആ സൂമിങ് പോകുമ്പോൾ സൂമിങ് ഇല്ല. കണ്ടോ, ഇവിടെ കറക്റ്റ് ഫുൾ ലെങ്ത്തിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ സൂം ചെയ്യുകയാണെങ്കിൽ ഞാൻ സൂമിങ്ങിൻ്റെ ഇത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂമിങ് ഉണ്ടോ, അവിടെ ആ ഒരു പോയിൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി ആ പോയിൻറ്റിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ എത്ര സ്ലോവിൽ വേണോ സൂമിങ് എന്നുള്ള എല്ലാ കാര്യം നമുക്ക് ഇവിടെ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം നിങ്ങൾ നോക്കുക. നമുക്ക് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞാൽ പോകുന്നത്, നിങ്ങൾ ഒന്നുകൂടെ 3-4 ട്രിപ്പ് ഏതെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് നല്ലോണം ട്രൈ ചെയ്യാം. ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ കുറേ വീഡിയോസ്, ഒരു 3-4 വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലായി വരും. നിങ്ങൾ കാണാൻ കഴിയും സൂമിങ് എങ്ങനെയാണെന്നുള്ളത്. അല്ലേ, ഫസ്റ്റ് തന്നെ സൂമിങ് സ്റ്റാർട്ടായി പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ, കണ്ടോ. കറക്റ്റ് സൂം നമ്മുടെ ഫേസിലോട്ട് സൂമായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ, അനിമേഷൻ എന്നുള്ള ഈ ഓപ്ഷൻ ഇതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വന്നിട്ട് ക്രൂയിസർ എഫക്റ്റ്. ഇത് വന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതായത് നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് വരെ ചെയ്യാം. ഞാനിപ്പോൾ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ്. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനും കൂടാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ ആഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫോട്ടോൻ്റെ ട്രാൻസാക്ഷൻ എഫക്റ്റ് കൊടുക്കാൻ, അതുപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ സൂമിങ്, ഓരോ ടൈറ്റിൽ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കി. നമ്മളിവിടെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, SB മീഡിയ എന്നുള്ള ടൈറ്റിൽ, അതിൻ്റെ സൈസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച്. അതുപോലെ തന്നെ നമുക്കൊരു ഭാഗം സെപ്പറേറ്റ് എങ്ങനെ മാർക്ക് ചെയ്യാം, ആ ഭാഗം മാത്രമായിട്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കി. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം. ഇപ്പോൾ ഒരു വീഡിയോയിലെ പാട്ട് മാത്രം നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, പാട്ട് മാത്രം എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് എടുക്കാം, അതുപോലെ തന്നെ ആ പാട്ട് മാറ്റി നമുക്ക് വേറെ പാട്ട് എങ്ങനെ കൊടുക്കാം, അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഡബ് മാഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വോയിസ് വളരെ ക്ലാരിറ്റിയിൽ എങ്ങനെ വെച്ച് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ ഇപ്പോൾ 15 മിനിറ്റിന് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിലായിരിക്കും നമുക്ക് ആ കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്രൂയിസർ എഫക്റ്റ്, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഓഡിയോ എഫക്റ്റിനെ കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഒത്തിരി അറിവുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
We'll be right back.